എക്സ്ക്യൂസ് മീ, പെട്ടെന്ന് തന്നെ എനിക്കൊരു മുറി വേണം. കാരണം ഭയങ്കര ഉറക്കം വരുന്നു എനിക്ക്. ആ, നിങ്ങളുടെ പേര്? എന്റെ പേരാണ് ഭൂതനാഥൻ. ഇതെന്ത് പേരാ? എന്ത് ചെയ്യാനാ, എന്റെ അച്ഛനും അമ്മയും വെച്ച പേരല്ലേ. അവര് പറയുവാണ് ഞാൻ ഭൂതമാണെന്ന്. ഭൂതം. ഓക്കെ, നിങ്ങൾക്ക് റൂം റെഡി ആയിട്ടുണ്ട്. വെരി ഗുഡ്. ഒരു റൂം ബോയിനെ വിളിച്ചിട്ട് എന്റെ സൂട്ട് കേസ് മുറിയിലോട്ട് കൊണ്ടുവന്ന് വെക്കാൻ പറയൂ. രാം സിംഗ്, എന്നാ ചാവി സാറിന്റെ സൂട്ട് കേസ് റൂമിൽ കൊണ്ടുവയ്ക്കേ. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ വേഗം മുറിയിലോട്ട് ചെല്ലട്ടെ. ഗുഡ് നൈറ്റ്. എന്ത് പറ്റി? എന്തിനാ ഒച്ച വയ്ക്കുന്നത്? ഞാനൊന്ന് നോക്കട്ടെ സൂട്ട് കേസിൽ എന്താണെന്ന്. ബാഡ് മാനേഴ്സ്, മുട്ടിയിട്ട് തുറക്കണ്ടേ. ഭൂതം എവിടെയുണ്ട്? എന്റെ അമ്മോ, ഭൂതമോ? എനിക്ക് പേടിയാവുന്നു. അനങ്ങി പോവരുത്. എന്താ? എന്ത് പറ്റി? എന്ത് പറ്റി? ഞാനാണ് ഇൻസ്പെക്ടർ മൻമാണി. എന്നെ കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. പറ, എന്താണ് ഉണ്ടായത്? ആര് തെറ്റ് ചെയ്താലും ഞാൻ അവരെ ഓടിച്ചിട്ട് പിടിക്കുന്നതായിരിക്കും. വേഗം പറ. സാറേ, ഇവിടെ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവിടെ ഒരു ഭൂതം വന്നു. ഇനി ഞാൻ ഇവിടെ ഇരിക്കുന്ന പ്രശ്നമില്ല. എന്റെ പൈസ ഒക്കെ എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് സ്ഥലം വിടുക. ആ ഭൂതം വരുമ്പോഴേക്കും എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. ഈ മൻമാണിയെ പേടിപ്പിക്കുകയാണോ? ഭൂതത്തിനെ കുറിച്ച് പറഞ്ഞ് ഈ മൻമാണിയെ പേടിപ്പിക്കാൻ ആർക്കും പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വിശ്വസിക്കാതിരിക്കാം, പക്ഷെ എനിക്ക് ഇവിടെ ഇരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ പൈസ എടുത്തിട്ട് ഇവിടുന്ന് പോവാൻ നോക്കുക. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഐ എം ഗോയിങ്. അല്ല, ഞാൻ എന്തിനു മൈൻഡ് ചെയ്യണം? നിന്റെ കാശ് നീ പോകുന്നു, അതിപ്പോ എന്തിനാ എന്നോട് പറയുന്നത്? ചമ്പക് സിംഗ്, വേഗം ഓടി രക്ഷപ്പെട്ടോ. ഇവിടെ ഭൂതമുണ്ട്, ഭൂതം. എനിക്കൊരു ചായ തരാം ചമ്പക് സിംഗ്. എന്താ ഇത്? എത്ര നേരം കൊണ്ട് ഓടുക, പക്ഷെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നില്ലല്ലോ. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എനിക്ക്. ഞാൻ ചായ എടുത്തോണ്ട് വരാം സാറേ. എന്നെയും കൂടി വിളിച്ചോണ്ട് പോ സാറേ. ഓ എന്റെ ദൈവമേ, എന്റെ ഹോട്ടലിൽ എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നത്? ഈ ഭൂതത്തെ കുറിച്ച് പുറത്താരെങ്കിലും അറിഞ്ഞ പിന്നെ ഇവിടെ താമസിക്കാൻ ആരും വരില്ല. അതെ, ഇത് ശരിയാക്കണമെങ്കിൽ നമ്മൾ കട്ടുപട്ടുവിനെ വിളിച്ചേ പറ്റൂ. വേഗം ഹോട്ടലിലേക്ക് ഒന്ന് വരൂ. എന്റെ ഹോട്ടലിൽ ഭൂതത്തിന്റെ ശല്യം. വേഗം ഒന്ന് വരൂ, താമസിപ്പിക്കരുത്. നിങ്ങൾ എന്താ പറയുന്നേ? നിങ്ങളുടെ ഹോട്ടലിൽ ഭൂതമുണ്ടെന്നോ? ആ, ശരി ശരി, ഡോണ്ട് വരി, ഞങ്ങൾ ഇപ്പൊ വരുന്നുണ്ട് കേട്ടോ. നീ കട്ടു, വിശ്വരാംപൂരിലെ ഇന്റർനാഷണൽ ഹോട്ടലിന്റെ ഓണറാണ് ഇപ്പൊ എന്നെ വിളിച്ചത്. അങ്ങേരുടെ ഹോട്ടലിൽ എന്തോ ഭൂതമുണ്ടത്രേ, ഭൂതം. അവരാകെ പേടിച്ചിരിക്കാൻ. നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോണം. പെട്ടെന്ന് വാ. ആ, നമുക്ക് പോകാം. ടിങ് ടോങ്, ഞങ്ങൾ പോയിട്ട് വരാം. എന്താ പറ്റിയത്? ഞാനിങ്ങനെ കഥ അടയ്ക്കാൻ പോയപ്പോ സാജി, ആരാ വാതിൽ തട്ടിയേ? ഓ സാജി, നിങ്ങളാണോ? സോറി. അല്ല, പുറത്തേക്ക് പോണെന്ന് പറഞ്ഞിട്ടാ ഇവിടെ ഇരിക്കുന്നേ. അതെ, ഞങ്ങൾ പോകുകയാണ്. ടിങ് ടോങ്, കഥ അടച്ചോ? ബോസേ, എല്ലാം പോയി. ഈ ഹോട്ടലിന്റെ ഓണർ കട്ടുപട്ടുവിനെ ഫോൺ ചെയ്ത് വിളിപ്പിച്ചിരിക്കുക. അവര് രണ്ടുപേരും വന്നാ നമ്മുടെ കഥ കഴിയും. ദുഃഖീറാം, ഇനി നീ ഒന്നിനും വേണ്ടി ദുഃഖിക്കണ്ട. ആ കട്ടുപട്ടു വരട്ടെ. ആ കട്ടുപട്ടു അവരെന്താ ചെയ്യുന്നത് ഞാനൊന്ന് നോക്കട്ടെ. ഇതെന്താ, ഞാൻ ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആരും എന്റെ ഒപ്പം ചിരിക്കാത്തത്? ചിരിക്കൂ, ചിരിക്കൂ, എല്ലാവരും ചിരിക്കൂ. മതി. എന്തിനാ ഇത്ര ചിരിക്കുന്നത്?
ആവശ്യത്തിൽ കൂടുതൽ ചിരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. ഓൺ ചെയ്യൂ. ഈ ഹോളോഗ്രാഫിക് മെഷീൻ എന്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം ആ ഗട്ടുപട്ടുവിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ ഇതിനെ കുറിച്ച് എന്തു പറയുന്നു മോന? യെസ് സർ. ഗട്ടുപട്ടുവിന് ഭൂതം എന്നാൽ എന്താന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം സർ. അവരെ സ്വാഗതം ചെയ്യാൻ ഞാൻ പോകാം. ഞാനെന്ന് പറഞ്ഞ എന്റെ ഇമേജ് പോകും. ഞാൻ പുറത്തു പോയി അവരൊരു കൈ നോക്കാൻ പോവാ. ചിരിക്ക്. ഞാൻ ചിരിക്കുമ്പോ എന്റെ കൂടെ എന്താ ചിരിക്കാത്തത്? ചിരിക്കൂ, ചിരിക്കാൻ. എന്റെ ഈശ്വരാ, ഗട്ടു ബട്ടുയുടെ സിക്സ്ത് സെൻസ് എന്തോ പറയുന്നു. ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടാകുന്നു. പ്രശ്നം പക്ഷെ എന്താണെന്ന് അറിയില്ല. ഈ ഹോട്ടലിന്റെ മുതലാളി എവിടെയാ ഉള്ളത്? അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് ഞങ്ങൾക്കൊരു കോള് വന്നിരുന്നു. നോക്കൂ, ഓണർ മുറിയിലാണ് ഉള്ളത്. മാനേജർ ഇന്നലെ ജോലി വിട്ടുപോയി. ഞാൻ ഇന്നാണ് ജോലിക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ സത്യം പറയണെങ്കിൽ ഇവിടെ ഭൂതമുണ്ട് അത്രേ. മാഡം, ഈ ഭൂതം ഒന്നും ശരിക്കുള്ളതല്ല. ആരോ വെറുതെ നിങ്ങളെ കളിപ്പിക്കുകയാണ്. എന്ത്? നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്യുകയാണ്? എന്ത്? ഞങ്ങൾ നിങ്ങളെ ഇൻസൾട്ട് ചെയ്തെന്നോ? എന്റെ അടുത്ത് തന്നെ ഭൂതം ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അത് ഞാൻ ഇവിടുന്ന് പോവാ. ബൈ ബൈ. എന്നാ ഞാൻ പോട്ടെ. ബട്ടു, നിനക്ക് എന്താ പറ്റിയത്? ഒരു ഭൂതത്തെ കണ്ടതുപോലെ ഇങ്ങനെ പേടിക്കുന്ന എന്തിനാ? ബട്ടു, ഹലോ. ഞാൻ ഇവിടെ കണ്ട് ആ പെണ്ണില്ലേ കേട്ടു? ആ പെണ്ണൊരു ഭൂതാ കേട്ടു. ഞാൻ കണ്ടു. അവളിങ്ങനെ നേരെ മേലെ അങ്ങനെ മറന്നുപോയി. അങ്ങനെ പോയിട്ടുണ്ടാവണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണണ്ടേ? ശരിയല്ലേ? ശരി, ഇപ്പൊ താഴേക്ക് ഇറങ്ങ. വരൂ. എത്തിയോ ഗട്ടുപട്ടു? നിങ്ങൾ വന്നോ? താങ്ക് യു. ഹെൽപ്പേഴ്സ്, ഇവിടെ ഭൂതമുണ്ടെന്ന് എല്ലാവരും പേടിക്കുന്നു. ഒരുപാട് മാനേജേഴ്സ് ഇവിടുന്ന് പേടിച്ചോടിപ്പോയി. ഇത് മിസ്റ്റർ വർമ്മയാണ്. ഇദ്ദേഹം ഇപ്പൊ പുതിയതായി ജോയിൻ ചെയ്തിരിക്കുകയാണ്. എത്ര ദിവസം ഇദ്ദേഹം ഇവിടെ ജോലി ചെയ്യുമെന്ന് അറിയില്ല. ഡോണ്ട് വറി സാറേ, ഞാൻ ഭൂതത്തിന് കണ്ടൊന്നും പേടിക്കില്ല. കാരണം ഭൂതം എന്ന് പറയുന്ന അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഭൂതമുണ്ട്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്താ? അല്ല, ബട്ടു പറയുന്നത് ശരിയാണ്. ഭൂതമൊന്നും ഇല്ലാന്ന് ഞങ്ങൾ ഇപ്പൊ തന്നെ പിടിച്ചു കാണിക്കാം. വരൂ ബട്ടു, നമുക്ക് മൊത്തം ഹോട്ടൽ അരിച്ചു പെറുക്കണം. മിസ്റ്റർ വർമ്മ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. ബട്ടു, ഞാൻ അവിടെ പോയി നോക്കാം. സാറേ പ്ലീസ് ഹെൽപ് മീ. എന്റെ ഡോഗ് എവിടെ പോയെന്ന് അറിയില്ല. അതൊന്ന് കണ്ടുപിടിച്ച് തരണേ പ്ലീസ്. ഡോണ്ട് വരി മാഡം, ഡോണ്ട് വരി. ഞാൻ എങ്ങനെയെങ്കിലും മാഡത്തിന്റെ ഡോഗെ കണ്ടുപിടിച്ചിട്ട് എത്രയും പെട്ടെന്ന് മാഡത്തിന്റെ കയ്യിൽ തരാം. താങ്ക് യു. എന്റെ ഒപ്പം വരൂ. നമുക്ക് രണ്ടുപേർക്ക് ചേർന്ന് അന്വേഷിക്കാം. ഈ ബട്ടു ഉള്ളപ്പോ പേടിക്കണ്ട. ഈ ബട്ടു എല്ലാവർക്കും ധൈര്യം കൊടുക്കുന്നവനാണ്. ഇതെങ്ങനെയെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ബട്ടു ഇവിടെ. ബട്ടു, നീ എന്തായി കാണിക്കുന്നേ? ഗട്ടു, ഈ കള്ളം ഭയങ്കര ബുദ്ധിശാലിയാണ്. കണ്ടുപിടിക്കുന്നവർക്ക് നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. അതിന് നീ ഇപ്പൊ എവിടെയാണെന്ന് നിനക്ക് വല്ല നിശ്ചയമുണ്ടോ? താഴേക്ക് നോക്ക്. സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഞാൻ അതിൽ ചാടി രക്ഷപ്പെട്ടോളാം. ഞാൻ ഡൈവ് അടിക്കുന്നത് കണ്ടോ? കണ്ടോ? സ്വിമ്മിംഗ് പൂളിലെ വെള്ളവും എന്റെ കഥയും ഇതായി തീരും.
ബട്ടു ബട്ടു നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ഗട്ടു, ഈ ഹോട്ടലിൽ ശരിക്കും ഭൂതമുണ്ട് കേട്ടോ. നീ ചുറ്റിന് നോക്കിയേ, ഇവിടെ അടുത്ത് ഭൂതമുണ്ടോന്ന്. എനിക്ക് വേദനിക്കുന്നു. ബട്ടു നീ എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ ഇരുന്ന് വിശ്രമിക്കാൻ നോക്ക്. ഞാൻ ആ ഭൂതം ഏതാണെന്ന് നോക്കട്ടെ, അറിയണമല്ലോ. എത്രയും പെട്ടെന്ന് ഇൻസ്പെക്ടർ മൻമാനിനെ വിളിച്ചു പറ. ഗട്ടുവിനെയും ബട്ടുവിനെയും ഞാൻ ഈ ക്യാമറയിൽ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ രൂപം ഹോളോഗ്രാഫ് ആക്കി മാറ്റി ഈ നാട്ടിലുള്ള എല്ലാവരെയും അവര് ഭൂതമാണെന്ന് വിശ്വസിപ്പിക്കും. എല്ലാവരും അവർ ഭൂതമാണെന്ന് വിചാരിക്കും, ഭൂതമെന്ന്. എല്ലാവരും ചിരിക്കൂ. ഞാൻ ചിരിക്കുമ്പോൾ എന്താ നിങ്ങളൊന്നും ചിരിക്കാത്തത്? ചിരിക്കേ, ചിരിക്കാൻ. എന്റെ ഈശ്വരാ, ബട്ടോട് സിക്സ്ത് സെൻസ് പറയുന്നു ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന്. പ്രശ്നം എന്തായിരിക്കും അത്? മതി മതി, എന്തിനാ ഇത്ര ചിരിക്കുന്നത്? എന്തിനാ ഇത്രയും ചിരിക്കുന്നത്? ഈ ഹോട്ടൽ ഞാൻ കുറഞ്ഞ വിലക്ക് മേടിച്ചാൽ അതിലും വലിയ സന്തോഷം എനിക്ക് ഒന്നുമില്ല. അത്രയും സന്തോഷവാനായിരിക്കും ഞാൻ. ചിരിക്കൂ. ഹലോ സാറേ, സാറിന് ഈ ഹോട്ടൽ വാങ്ങിക്കാൻ പോണോ? ഈ ഹോട്ടൽ ശരിക്കും ഭൂതം വസിക്കുന്ന ഹോട്ടലാട്ടോ. ഞാൻ നേരിട്ട് കണ്ടുകൊണ്ട് പറയുന്നേ. ഞാനിപ്പോ സാറിനോട് പറഞ്ഞില്ലെങ്കിൽ സാറിനോട് ചെയ്തൊരു കുറ്റായിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോ പറയുന്നേ. നന്ദി നന്ദി, നിങ്ങൾ എന്നെ രക്ഷിച്ചു. ഇനി ഞാൻ ഒരിക്കലും ഈ ഹോട്ടൽ വാങ്ങിക്കില്ല. താങ്ക് യു. എന്നാ സാറിന് നല്ലത്. ഞാൻ പോവാണേ. ബൈ ബൈ. അവൻ പറഞ്ഞ് കേട്ടില്ലേ? കേട്ടില്ലേ? ഇവിടെ ഭൂതം ഉണ്ടത്രേ, ഭൂതം ഉണ്ടെന്ന്. ചിരിക്കൂ, ചിരിക്കൂ. മാനേജർ സാറേ, ഇവിടെ ഭൂതം വരുന്നത് കണ്ടായിരുന്നോ? ഇല്ല സാറേ, ഞാൻ ഭൂതത്തെ ഒന്നും കണ്ടില്ല. പക്ഷെ ഇവര് പറയുന്ന കഥകളൊക്കെ കേൾക്കുമ്പോ എനിക്ക് പേടിയാകുന്നുണ്ട്. ഈ നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് ഭൂതം ഉണ്ടെന്നൊക്കെ പറയുമ്പോ എനിക്കും അങ്ങനെയാ തോന്നുന്നത്. ഇത് ഭൂതത്തിന്റെ ബംഗ്ലാവായിരിക്കും. നിങ്ങൾ വേഗം ഇവിടുന്ന് പുറപ്പെട്ടോ സാറേ. ഞാനും രാത്രി ആകുമ്പോഴേക്കും ഇവിടുന്ന് പോകും. നോക്കൂ, ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളില്ലേ ഇവിടെ. അവിടെ കണ്ടില്ലേ, ഭൂതം വന്നിരിക്കുന്നു. പട്ടു ഭൂതം വന്നിരിക്കുന്നു. ബട്ടു ബട്ടു എന്താ പറ്റിയത്? നിക്ക്, ഞാനല്ലേ വിളിക്കുന്നത്. ബട്ടു നിക്കാനല്ലേ പറഞ്ഞത്. എന്താ ഈ കാണിക്കുന്നത്? ഇത് സാധ്യമല്ല ബട്ടു, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നെ വിട്ടിട്ട് ഇങ്ങനെ പോവല്ലേ ബട്ടു. പുറത്തോട്ട് ഇറങ്ങാനല്ലേ പറയുന്നേ. നീ വരാതെ ഞാൻ എങ്ങോട്ടും പോവില്ല. ബട്ടു, അല്ല ഇതെന്തിനാ? അല്ല നിങ്ങൾ ഇവിടെ പോന്നെ, അവിടെ നിക്ക്. അല്ല എന്തിനാന്ന് പറ. ബട്ടു, നീ എപ്പോഴാ ഭൂതമായത്? നീ എങ്ങനെയാ ഭൂതമായതെന്ന്? എന്ത്? പട്ടു ഭൂതമായിരുന്നോ? എങ്ങനെ? എവിടെ വെച്ച്? എപ്പോ? പട്ടു ഭൂതായി മാറിയടാ. എന്റെ ഈശ്വരാ, ബട്ടോടെ സിക്സ്ത് സെൻസ് പറയുന്നു ഇവിടെ എന്തോ പ്രശ്നം നടക്കാൻ പോകുന്നെന്ന്. പക്ഷെ എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു മിനിറ്റ്, എനിക്ക് നിന്നെ തൊടാൻ പറ്റുന്നുണ്ട്, നിന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ നീ ഭൂതമല്ലാന്ന്. ആ കൊള്ളാമല്ലോ ചാലിക്ക്. എന്ന് വെച്ചാൽ ഇതിനർത്ഥം ഇതിനു മുമ്പ് കണ്ടത് നിന്റെ ഇമേജ് ആയിരുന്നു. യെസ്, ഹോളോഗ്രാഫിക് ഇമേജ്. നിന്റെ ഇമേജ് ആരോ പകർത്തിയെടുത്ത് പ്രൊജക്ട് ചെയ്യുകയായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് എന്താ സംഭവം. ആളുകൾ കാണുന്ന ഭൂതം എല്ലാം തന്നെ ഇമേജസ് മാത്രമാണ്. എന്ന് വെച്ചാൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട്. എന്റെ ഈശ്വരാ, ഗട്ടു, ഞാൻ ഈ ഹോട്ടലിൽ ഒരു വലിയ ഭൂതം ഉണ്ടെന്ന് ഒരാള് നേരിട്ട് കണ്ട് പറഞ്ഞുട്ടോ. അയാൾ ഈ ഹോട്ടലിൽ വിലക്ക് വാങ്ങുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഞാൻ പറഞ്ഞ അയാളുടെ ഭൂതമുള്ള ഹോട്ടലാണെന്ന്. ഭൂതം ഉണ്ടെന്ന് പറഞ്ഞത് ശരിക്കും കള്ളമാണ്, കള്ളം. അയാള് പുറത്താണ് നിൽക്കുന്നത്. ഒരു മിനിറ്റ്, ഇനി ഒരു പക്ഷെ അയാൾ തന്നെയാണ് ഇതിന്റെ പിന്നിലെങ്കിലോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ഇതേ ഹോട്ടലിൽ ചെറിയ വിലക്ക് വാങ്ങിക്കാലോ. മൺമണിയുടെ ഇമേജ് ഭൂതമാക്കി മാറ്റൂ, വേഗം. ഞാനാണ് ഭൂതം മൻമാണി. എന്നെ കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കാറ്റിൽ പറത്തുന്നതായിരിക്കും. ഗട്ടു, മൻമാനി സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. അല്ല, ശരിക്കുള്ള മൺമാനി വന്നു. ഈ ഇമേജ് ഓഫ് ചെയ്യൂ.
മന്മാനി സാറേ സ്വാഗതം. എന്തായി കാണിക്കുന്നത്? എന്നെ എന്തിനാ നിങ്ങൾ തല്ലുന്നത്? വേണ്ട, ഞാനാണ് ഇൻസ്പെക്ടർ മൻമാണി. എന്നെ കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. ഇടിക്കരുത്. ഈ ഇമേജ് എന്താ എത്ര അടിച്ചിട്ട് നിൽക്കാത്തത്? അവിടെ നിൽക്കാം, അവിടെ നിൽക്കാം. അടിക്കരുത്, എന്നെ അടിക്കരുത്. ഓ സോറി സോറി കേട്ടോ, സോറി. ഞങ്ങള് ശരിക്കും മന്മാനി സാർ ഭൂതമാണെന്ന് വിചാരിച്ചു. ഹിന്ദിച്ചുരാ, കട്ടു കട്ടു, മേലെ നോക്കിയേ, മേലെ മേലെ. യെസ്, അയാളാണ് ശരിക്കുള്ള കുറ്റക്കാരൻ. കട്ടു, അയാളാണ് ഇവൻ. ഹോട്ടലിന്റെ പറകിൽ ഒരാൾ സംസാരിക്കുന്നത് കേട്ടു എന്ന് പറഞ്ഞില്ലേ, അത് ഇയാള് തന്നെയാണ്. ഇതാണ് ഇയാളുടെ ഇമേജ് പ്രൊജക്ടർ. ഇയാളുടെ കള്ളക്കളികളൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു. എന്റെ പേര് ഹൻസ ഠാക്കൂർ എന്നാണ്. ഈ ഹോട്ടൽ കുറഞ്ഞ വിലയ്ക്ക് മേടിക്കാൻ ഞാൻ പെർഫെക്റ്റ് ആയി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കാരണം എന്റെ പ്ലാൻ തന്നെ പൊളിഞ്ഞിരിക്കുകയാണ്. എല്ലാം നശിച്ചു പോയി. ഞാൻ ചിരിക്കുമ്പോൾ എന്താ എന്റെ ഒപ്പം ചിരിക്കാത്തത്? ചിരിക്കൂ, ചിരിക്കൂ, ചിരിക്കൂ. മതി മതി, എന്തിനെങ്ങനെ ചിരിക്കുന്നേ, എന്തിനെങ്ങനെ ചിരിക്കുന്നേ? വേഗം പോയി ഫൈറ്റ് ചെയ്യടാ, ഫൈറ്റ്. എന്താ ഇത്? എല്ലാവരും എന്റെ ദേഹത്തോട്ട് തന്നെ വീഴുന്നത്. ഇനി എന്റെ ദേഹത്ത് ആരെങ്കിലും വീണാൽ അവരെ ജയിലിൽ അടയ്ക്കുന്നതായിരിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. കട്ടു, നീ കുറച്ചേരം മാറി നിക്ക്, മാറി നിക്ക്. ഇവന്മാരെ ഈ ബട്ട് നോക്കിക്കോളാം. എന്റെ ഫ്രണ്ടിനെ നിങ്ങൾ തല്ലിയല്ലേ? താഴെ വീഴുന്നവന്മാർ മുഴുവൻ എന്റെ ദേഹത്തോട്ടാണല്ലോ വന്ന് ഗട്ടു, ഫൈറ്റ് ചെയ്തത് മതി, ഫൈറ്റ് ചെയ്തത് മതി. ഈ ഹോട്ടലിൽ ഞാൻ നിന്നെ പാർട്ട്ണറായിട്ട് ചേർക്കാം, പാർട്ട്ണറായിട്ട്. ഞങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല, തെറ്റായ ആൾക്കാരുടെ കൂടെ കൂടാറില്ല. താങ്ക് യു കട്ടുപട്ടു. നിങ്ങൾ രണ്ടുപേരും എന്നെ ഒരു വലിയ പ്രോബ്ലം സോൾവ് ചെയ്ത് തന്നിരിക്കുന്നു. ആരെങ്കിലും എന്റെ ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യൂ. ഒന്ന് മാറി നിൽക്കടാ, മാറി നിൽക്കാൻ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും ജയിലിൽ അടയ്ക്കുന്നതായിരിക്കും. മാറി മാറി നിൽക്കാൻ.